കേരള യൂത്ത് ഫ്രണ്ടിന് അക്രമ സമരം വശമില്ലാഞ്ഞിട്ടല്ല, പൊളിച്ചു തുടങ്ങിയാൽ ഒരു സൈഡിൽ നിന്നേ പൊളിക്കാൻ അറിയാം. അടിച്ചു തകർക്കലും പൊളിച്ചടുക്കലും മാണി കേരള കോൺഗ്രസിൻ്റെ ശൈലിയല്ല. PC തോമസ് കണ്ടുപിടിച്ച തരം പ്രതീകാത്മക സമരങ്ങളിലാണ് വിശ്വാസം. പാചകവാതക സബ്സിഡി എടുത്തുകളയാൻ ഒരുങ്ങുന്ന കേന്ദ്ര നടപടിക്കെതിരെ മഞ്ഞക്കടമ്പൻ്റെയും കൂട്ടരുടെയും സമരം കേന്ദ്രത്തിനെ തിരുത്തുമെന്ന് ഉറപ്പാണ്. അതല്ലേ കല്യാണരാമൻ. സദ്യവട്ടങ്ങൾ ഒരുക്കാൻ ഇവരെ കഴിഞ്ഞിട്ടേ നാട്ടിൽ വേറെ ആളുള്ളൂ. അത്രയ്ക്ക് കേമമാ അവരുടെ സദ്യ. അച്ചാദിൻ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്നവരെ കൊള്ളയടിക്കും സർക്കാരെ, രാജിവെക്കും പുറത്തു പോകൂ. യൂത്ത് ഫ്രണ്ടും സിന്ദാബാദ്. ഗ്യാസിന്റെ വില കുറച്ചു തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നരേന്ദ്രമോദി രാജിവെക്കണം എന്ന് വീട്ടമ്മമാര് അപേക്ഷിക്കുന്നു. തള്ളകൊളാക്കും ലൈവ് പരിപാടിയാണ് എല്ലാം നശിപ്പിച്ചനെ. നെഞ്ചിൽ തിരതല്ലും താളം അസുരതാളം, താളത്തിലാടാൻ കൂട്ടിൻ അസുരഗാണം. എനിക്ക് ടെൻഷൻ ഒന്നും, ഞാൻ 2 കാലം അടുപ്പിൽ വെച്ച് കത്തിക്കിട്ടു. അപ്പോൾ നീ പഠിക്കുള്ളൂ. മഞ്ഞക്കടമ്പൻ സ്റ്റൈലല്ല. ഞാൻ ഇത് കേരള യൂത്ത് ഫണ്ട് പ്രത്യേക സ്റ്റൈൽ എടുത്തിരിക്കുന്നത്. ഞങ്ങൾ ഒരു വിഷയം ഉണ്ടെങ്കിൽ പൊതുമുതൽ തല്ലി തകർക്കുക, പോലീസിനെ ആക്രമിക്കുക, ഇതല്ല ഞങ്ങളുടെ രാഷ്ട്രീയ ശൈലി. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. ഈ സബ്സിഡി പുനഃസ്ഥാപിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾ കയറി ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്തിട്ട് അവിടെ സബ്സിഡി പുനഃസ്ഥാപിക്കുമെന്ന് നിങ്ങൾ കരുതില്ല. പക്ഷേ ഇത് ഇങ്ങനെയുള്ള സമരങ്ങളിലൂടെ ഇത് കേന്ദ്ര ഗവൺമെൻറ് ഈ സമരത്തെക്കുറിച്ച് ബോധ്യപ്പെടും. അത് കൂടുതൽ മാധ്യമ ശ്രദ്ധ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരണകൂടം ശ്രദ്ധിക്കപ്പെടുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. സോപ്പിട്ടോ, പക്ഷെ പതപ്പിക്കരുത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങൾ നടത്തിയ സമരങ്ങൾ കൂടുതലും ഇത്തരത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക്, നിങ്ങളാരും വിചാരിക്കരുത് കേരള യൂത്ത് ഫണ്ടിന് കൂടുതൽ അക്രമ സമരം നടത്താൻ അറിയില്ലാത്ത സംഘടനയൊന്നും ഞങ്ങൾ ഇഷ്ടംപോലെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ തൽക്കാലം അക്രമമല്ല നമുക്ക് ആവശ്യം. ഒന്നും തകർക്കാൻ എന്നെ വല്ലാതെ പ്രേരിപ്പിക്കരുത്, അതാർക്കും നന്നാവില്ല. ഒരറ്റത്തുനിന്ന് പൊളിക്കാൻ തുടങ്ങിയാൽ ഞാൻ നിർത്തില്ല. പൊളിച്ചടുക്കും പലതും. എന്റെ ഉള്ളിൽ ഞാൻ തന്നെ ചങ്ങലക്കിട്ട് കിടത്തിയ മറ്റൊരു ജഗന്നാഥനുണ്ട്, മുറിവേറ്റ മൃഗം. അതിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കരുത്. ശ്രമിക്കുന്നത് അവരവരുടെ കുഴികുത്തലായി തീരും. ഈ വൃത്തികെട്ട പാട്ടുകളൊക്കെ ആരാ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്? ഇതൊക്കെ ഞങ്ങളെ പണിസാധനങ്ങളാ രാജാവേ. നിന്റെ ഈ പഞ്ച സാധനങ്ങളൊക്കെ കൊണ്ട് നിർത്താനുള്ള സ്ഥലമാണോ ഇത്? എടുത്തോണ്ട് പോടാ, ഇല്ലെങ്കിൽ എല്ലാവരും ചവിട്ടി തെറിപ്പിക്കും. പറഞ്ഞത് കേട്ടില്ലേ? വേഗം കൊടുത്ത് മാറ്റണം പോത്തുകളെ. വക്രദൃഷ്ടിയിൽ വീണ്ടും ഇടവേള. ശോഭാ സുരേന്ദ്രന്റെ പരാതി. ആ വന്നവനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. എന്റെ മുന്നിൽ വന്നാൽ ഒരുപക്ഷെ ഒരെണ്ണം കിട്ടിയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ചാനൽ ചർച്ചകളിൽ സമരോത്സുകയായി മാറുന്ന ശോഭാ സുരേന്ദ്രനും CPM-ലെത്തിയ മുൻ RSS പ്രചാരകൻ സുരേഷ് മിനിയും തമ്മിൽ ഒരു ചാനൽ ചർച്ചയിൽ കോർത്തതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലും പരസ്പരം കൊമ്പുകോർക്കൽ തുടരുകയാണ്. സുരേഷ് മിനിയെ അറിയില്ലെന്ന് ശോഭാ സുരേന്ദ്രനും മുന്നേ അറിയുന്നവരാണ് തങ്ങളെന്ന് സുരേഷ് മിനിയും പറയുന്നു. ഇത് വിശദീകരിച്ചിട്ട സുരേഷ് മിനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അപകീർത്തികരമാണെന്നാണ് ശോഭാ സുരേന്ദ്രൻ്റെ വാദം. ഈ മിന്നി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് 25 ദിവസം മുൻപിട്ടു. ഞാനൊരമ്മയാണ്, ഞാൻ സഹോദരിയാണ്, ഞാൻ 84 വയസ്സുള്ള വൃദ്ധയായിട്ടുള്ള ഒരു അമ്മയുടെ മകളാണ്, ഞാനൊരു ഭാര്യയാണ്. എന്നെക്കുറിച്ച് അശ്ലീലം കലർത്തി പോസ്റ്റിടാനും എനിക്കെതിരെ ഞാൻ അറിയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കാനും ഒരാൾക്ക് ലൈസൻസ് കൊടുത്തിട്ടുണ്ടോ കേരളത്തിൽ? അത് കഴിഞ്ഞു. രണ്ടാമത് ഞാൻ അടിക്കും എന്ന് പറഞ്ഞത് എൻ്റെ മാനത്തിന് വിലമറയാൻ, ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എൻ്റെ ചാരിത്രത്തിന് വിലമറയാൻ ഒരുത്തൻ
അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർക്ക് വേണ്ടി പ്രവർത്തിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ വന്നവനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. എൻ്റെ മുന്നിൽ വന്നാൽ ഒരുപക്ഷെ ഒരെണ്ണം കിട്ടിയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു കേസ് വരും, ഞാൻ നടത്തിക്കോളാം. അല്ല, ഇതെന്താ ബാധ കയറിയോ? ഈ മിന്നുന്ന ആളെ 1-2 വട്ടം ഡൽഹിയിലൊക്കെ അങ്ങോട്ട് വിളിപ്പിക്കാം. ഈ സുഖക്കേട് മാറ്റിക്കൊടുക്കാൻ ഈ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അതിന് നീതിന്യായ കോടതിയും അതിനുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ടോ എന്നതിനെക്കുറിച്ച് ഒരു പരിശോധന നടത്താൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതോടെ ഇന്നത്തെ വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.